ശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന വാത്സല്യമുള്ള എല്ലാ ബഹുമാന്യരാകുന്ന സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ഈ തിങ്കളാഴ്ച തുടർച്ചയായിട്ടുള്ള നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ ഇത്രയും പേർക്ക് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റെഗുലറായിട്ട് വരുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നു വരാത്തവർക്ക് ഒരുപക്ഷെ ഇന്ന് ഞാൻ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സമയം വളരെ നമ്മുടെ മുൻപിലില്ലാത്തത് കൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിപ്പാനും നമുക്ക് കഴിയുന്നതല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് തുടരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവിൻ്റെ വചനം നമുക്ക് വ്യക്തമാക്കി നൽകേണ്ടതിനായി വളരെ വിനയത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായിട്ട് വന്നിരിക്കുന്നവരാണ് എന്നെനിക്കറിയാം. പകൽ സമയത്തെ അധ്വാനത്തിനും ബദ്ധപ്പാടുകൾക്കും ശേഷം കർത്താവിനെയും അവിടുത്തെ വചനത്തെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ രാത്രിയിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവർക്കുമായും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിലായിട്ട് റോമാലേഖനം 6-ാമത്തെ അധ്യായമാണ് നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രത്യേകിച്ച് പറയുകയുണ്ടായി, റോമാലേഖനം 6 മുതലുള്ള അധ്യായങ്ങൾ വിശേഷിച്ച് മുകളിൽ പറഞ്ഞതാകുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചതാകുന്ന വിഷയങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ യേശുക്രിസ്തുവിലുള്ളതാകുന്ന വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം വരെ നമ്മൾ കണ്ടു. നീതീകരണത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പൗലോസ് വിശദീകരിച്ചു. അതുകൂടാതെ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ശേഷം എന്നിട്ട് പറഞ്ഞു, പാപം പെരുകിയെടുത്ത കൃപയും ഏറ്റവും പെരുകി. അപ്പോൾ ദൈവകൃപയെക്കുറിച്ചുള്ളതാകുന്ന ഒരു വികലമായ കാഴ്ചപ്പാടുണ്ടാകുവാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവകൃപ എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്നുള്ള വിശദീകരണമാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ നമ്മെ നീതീകരിക്കുകയും തേജസ്കരിക്കുകയും മാത്രമല്ല, വിശുദ്ധീകരണവും ദൈവകൃപയാലാകുന്നു സംഭവിക്കുന്നത്. ഈ കാര്യമാണ് പ്രധാനമായിട്ട് 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. ആ വിശദീകരണത്തോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങളാണ് 6-ാമത്തെ അധ്യായത്തിൽ. ഒന്നുകൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ, ഒരു കാര്യം തന്നെ 2 പെർസ്പെക്റ്റീവിൽ നിന്നും പൗലോസ് പറയുകയാണ്. ഒന്ന്, വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. കൃപ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ വീണ്ടും ജനന അനുഭവവും കർത്താവിനോട് ഏകീഭവിക്കപ്പെട്ട് നാം ആയിരിക്കുന്നു എന്ന വസ്തുതയും നമ്മൾ മറന്നു കളയുന്നു എന്ന് പൗലോസ് പറയുക. അങ്ങനെ സ്നാനമെന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനോടുള്ളതാകുന്ന ഐഡന്റിഫിക്കേഷൻ. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ കർത്താവിനോട് ഏകീഭവിച്ചു കർത്താവിൻ്റെ മരണത്തിൽ. അത് വാസ്തവത്തിൽ സ്നാനമെന്ന കർമ്മത്തിലല്ല, നേരെ മറിച്ച് ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിനോടുകൂടെ മരിച്ചു. കർത്താവ് മരിച്ചു, പാപസംബന്ധമായി ഒരിക്കൽ മരിച്ചു. അപ്പോൾ ഞാനും എന്ത് ചെയ്തു? യേശുവിനോടൊപ്പം മരിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞാനും ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിന് ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിനോട്
ഏകീഭവിക്കുന്ന നാം ഓരോരുത്തരും നാം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന് ജീവിക്കുന്നു. അപ്പൊ ദൈവത്തിന് നിങ്ങൾ ജീവിക്കുന്നില്ലയോ എന്ന് നിങ്ങൾ അറിയണം എന്ന് പൗലോസ് പറയുന്നു. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ അപ്രകാരം പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. രണ്ടാമത് നാം ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം എന്ന കാര്യം പൗലോസ് പറഞ്ഞു. ഈ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചതാണ്. ഇനിയും അതിന്റെ 12 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ മുകളിൽ പറഞ്ഞതാകുന്ന വിഷയത്തിന്റെ ഒരു കൺക്ലൂഷനാണ് പൗലോസ് ലീഹ നൽകുന്നത്. അതിന്റെ 12ഉം 13ഉം വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 12, 13 വാക്യങ്ങൾ. യെസ്. മതിയാകും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, പ്രധാനമായിട്ട് 3 വാക്കുകളാണ് വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്. 1 അറിയുക, 2 എണ്ണുക, മൂന്നാമതായിട്ടുള്ള വാക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ പ്രത്യേക വിഷയമാണ് താഴോട്ടുള്ള വേദഭാഗത്ത്, അതിന്റെ 23 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് വളരെ പ്രാധാന്യതയോടെ പൗലോസ് പറയുന്നത്. ഒരു സമർപ്പണ ജീവിതമാണ് വിശുദ്ധീകരണത്തിനായി നമ്മെ സഹായിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് അവിടെ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആകയാൽ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പാപസംബന്ധമായി ഒരിക്കൽ മരിച്ചു, ഇപ്പൊ ദൈവത്തിന് ജീവിക്കുന്നു. നിങ്ങളും പാപസംബന്ധമായി ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നു. ആകയാൽ പാപത്തോടും ദൈവത്തോടുമുള്ളതാകുന്ന നമ്മുടെ മനോഭാവത്തിന് വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു. ആകയാൽ ഈ 2 കാര്യങ്ങൾ പൗലോസ് ലീഹ അവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. 1, നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു, അതേസമയം പോസിറ്റീവായിട്ടും പറയുന്നു. ഒന്നാമതായിട്ട് താൻ പറയുന്ന കാര്യം അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 13ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. കാരണം നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചിരിക്കുക. പാപസംബന്ധമായി മരിച്ചു എന്ന പ്രയോഗം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണല്ലോ. അപ്പോൾ പാപസംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങളുടെ ശരീരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. എന്നാൽ പോസിറ്റീവായിട്ട് പൗലോസ് പറയുന്നത് എന്താ? നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പിൻ. കാരണം നിങ്ങൾ പാപത്തിന് മരിച്ചു, പക്ഷെങ്കിൽ നിങ്ങളിപ്പം ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറണം, പാപത്തോടുള്ള മനോഭാവം മാറണം. പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചു, ഇനിയും ദൈവത്തിന് നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നിങ്ങളെ സമർപ്പിപ്പിൻ. നമ്മൾ ആ ഭാഗം, ആ 2 വാക്യങ്ങൾ അല്പം കൂടെ ഒന്ന് വിശദമാക്കി മുൻപോട്ട് പോകാം. 2, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് 2 കാര്യങ്ങൾ പറയുന്നു. 1, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ്
ഇനി വാഴരുത്. ഇവിടെ മർത്യയ ശരീരം എന്നുള്ളത് കൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത് നമ്മുടെ ഈ ശരീരം തന്നെ, അവർ മോർട്ടൽ ബോഡി. ശരീരം അതിൽ തന്നെ ഈവിളല്ലെന്നും ശരീരം അതിൽ തന്നെ പാപമല്ലെന്നും ശരീരത്തിന്റെ എല്ലാ ഇച്ഛകളും പാപ ഇച്ഛകളല്ലെന്നും ഒക്കെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അത് ചിന്തിച്ചു. എന്നാൽ ശരീരത്തെ പാപം ആയുധമായി ഉപയോഗിക്കാറുണ്ട്. ശരീരമെന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ കൈയും കാലും കണ്ണും ചെവിയും മാത്രമല്ല, നമ്മുടെ ആ ഫാക്കൽറ്റീസ് മുഴുവൻ, അതിനെ പാപം ഉപയോഗിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മർത്യയ ശരീരത്തിൽ പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴരുത്. നിങ്ങൾ അതുകൊണ്ട് അനീതിയുടെ ആയുധങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം. അതിനുള്ള അടിസ്ഥാനമായിട്ട് ആ 13-ാം വാക്യത്തിൽ തന്നെ പൗലോസ് പറയുന്നു, കാരണം നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങൾ എണ്ണണം. അപ്പൊ നിങ്ങൾ മരിച്ചു. നാം മരിച്ചെങ്കിൽ, ദൈവത്തിന് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് നമ്മൾ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ കുറിച്ച് ദൈവവചനത്തില് ഒത്തിരി വാക്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നാം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ചില വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച് നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം അത്ര പ്രാധാന്യമുള്ളതായിരിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ ദൈവവചനത്തിൽ നമ്മൾക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കണം ഒരാള്. മറ്റൊരാള് ഫിലിപ്പിയ ലേഖനം 1-ന്റെ 20ഉം 21ഉം. ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നത് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ ഇനി താങ്കാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നോക്കുക, നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ശരീരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. അത് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് താഴോട്ട് പറയുക, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, പഴയ നിയമകാലത്ത് നമ്മൾ ദൈവത്തെ, അല്ലെങ്കിൽ യഹൂദന്മാർ ദൈവത്തെ ആരാധിപ്പാനായി ദൈവാലയത്തിലേക്ക് പോകണമായിരുന്നു. പഴയ നിയമകാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ നിയമകാലത്ത് നമ്മൾ ദൈവാലയത്തിലേക്ക് പോകയല്ല, ദൈവത്തിന്റെ ആലയം കൊണ്ട് നമ്മൾ വരികയാ ചെയ്യുന്നത്. We bring the temple of God together. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, ദൈവത്തെ, സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പശ്ചാത്തലം ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള വിഷയമാണെങ്കിലും ചില സത്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലേ
കാരണം ഇത് ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ്. മറ്റു ചിലത് ദൈവവചനം പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഇത് ആവർത്തിച്ച് പറഞ്ഞാലേ കുറഞ്ഞ പക്ഷം ഇത് അങ്ങനെയാണോ എന്നെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. അവിടെ ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുന്ന വാക്കുകളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവൾ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നു യെരുശലേമിലാ ആരാധിക്കേണ്ടത്, എന്നാൽ ഞങ്ങൾ എവിടെ ആരാധിക്കുന്നത്? ഇവിടെ ഈ മലയിൽ ആരാധിക്കുന്നത്. നോക്കണം, സ്ഥലത്തെക്കുറിച്ച് അവള് പറയുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് എന്താ? ആ മലയുമല്ല, ഈ മലയുമല്ല, യെരുശലേമിലുമല്ല. അവള് സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പം കർത്താവ് പറയാ സ്ഥലത്തിനല്ല പ്രാധാന്യം, പിന്നെയോ സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും എന്ന് പറഞ്ഞാൽ സ്ഥലത്തിനല്ല പ്രാധാന്യം, ഇനിയും വ്യക്തിക്കാ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ. അവിടെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ആത്മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ന്യൂ ഇന്റർനാഷണൽ വെർഷൻ ഉണ്ടല്ലോ അല്ലേ? ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4, 4-ാമത്തെ അധ്യായം, അതിന്റെ 23-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. somebody in English. Yeah. മോനെ, അത് ന്യൂ ഇന്റർനാഷണൽ വെർഷൻ അല്ലേ? ഓക്കെ. അവിടെ സ്പിരിറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ? സ്മോൾ ലെറ്റർ. സി, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് വളരെ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആയിരുന്നു അത് അർത്ഥമാക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുമായിരുന്നു. ഇത് ഞാൻ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിലധികമായിട്ട് അതിന്റെ വേർഡ് സ്റ്റഡി തെളിയിക്കാൻ കഴിയും. എന്നാൽ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പഴയ നിയമത്തിൽ സ്ഥലത്തിന് പ്രാധാന്യമാണെങ്കിൽ പുതിയ നിയമത്തിൽ സ്ഥലത്തിനല്ല പ്രാധാന്യം, വ്യക്തികൾക്കാ പ്രാധാന്യം. നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. അതുകൊണ്ട് ആത്മാവിലുള്ള ആരാധന എല്ലാ സമയത്തും സാധ്യമാണെന്നർത്ഥം. അതിനുവേണ്ടി പ്രത്യേകിച്ച് സമയമൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും സത്യ നമസ്കാരികൾക്ക് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ കഴിയും. കാരണം എന്താ? നാം ദൈവത്തിന്റെ ആലയമാ. നാം ദൈവത്തിന്റെ ആലയമാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാ, ദൈവത്തിന്റെ മന്ദിരമാ. ആകയാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പ് ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായം 20ഉം 21ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ: ജീവനാലാകട്ടെ നോക്കുക, പൗലോസ് പറയുക, ക്രിസ്തു എവിടെയാ മഹിമപ്പെടുന്നേ? വായിച്ചില്ലേ ആ ഭാഗം? എന്റെ ശരീരത്തിൽ. അപ്പൊ ക്രിസ്തുവിനെ മഹിമപ്പെടുത്തുവാൻ എനിക്കിപ്പോ കഴിയുന്നത് എവിടെയാ? എന്റെ ശരീരത്തിലേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ശരീരം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ എനിക്ക് എന്റെ ശരീരത്തിലേ കഴിയത്തുള്ളൂ.
അതുകൊണ്ട് ദൈവനാമ മഹിമയ്ക്ക് ഉതകാത്തതൊന്നും എൻ്റെ ശരീരത്തിന്മേൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ശരീരത്തിൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിനെ മഹിമപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം. ഇതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആരാധനയെന്ന് 12-ാം അധ്യായത്തിൽ പൗലോസ് റോമാലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണം? ശരീരങ്ങളെ സമർപ്പിക്കണം. അപ്പൊ നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ശരീരം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ വികലമാക്കുവാനോ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാനോ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാനോ ഒന്നിനും നമുക്ക് അധികാരമില്ല. കാരണം നമ്മുടെ ശരീരം ആരുടെ ദാനമാ? ദൈവത്തിന്റെ ദാനമാ. ഈ ശരീരത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ നമ്മുടെ ശരീരം വളരെ ഇമ്പോർട്ടൻ്റാ. ആ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവിടെ പാപം നമ്മുടെ ശരീരത്തെ അതിൻ്റെ ഇച്ഛകൾക്ക് വശംവദമാക്കുവാൻ ഉപയോഗിപ്പാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടാകയാൽ പാപം ഇനിയും നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുകയും അരുത്. നമ്മുടെ ശരീരം വളരെ ഇമ്പോർട്ടൻ്റാ. അനീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് അധികാരമില്ല. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം ഒരു പ്രത്യേക അനുഗ്രഹീതമാകുന്ന ഒരു വാഗ്ദത്തമാണ്. ഒരു കൽപ്പനയല്ല, ഒരു പ്രബോധനമെന്നോ അല്ലെങ്കിൽ ഒരു ഉറപ്പെന്നോ ഒരു വാഗ്ദത്തമെന്നോ ഒക്കെ അതിനെ വിളിക്കാം. 14-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കർത്തൃത്വം എന്നുള്ളതാകുന്ന ആ പദപ്രയോഗം വളരെ കൃത്യമാകുന്ന പരിഭാഷയാണ്. പാപം നമ്മിൽ ലോഡ്ഷിപ്പ് നടത്തുകയില്ല. അതിന്റെ കാരണം എന്നാ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല അധീനര്, പിന്നെ നിങ്ങൾ ആർക്കാ അധീനര്? കൃപയ്ക്ക് അധീനരാ. അപ്പൊ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് പാപത്തിന്മേൽ നമുക്ക് ജയമെടുക്കാൻ കഴിയും. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടേതാകുന്ന സാമർഥ്യം കൊണ്ടല്ല, നമ്മുടെ വിൽ പവർ കൊണ്ടുമല്ല, ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മൾ അധീനരാകയാൽ പാപത്തിന്റെ കർത്തൃത്വം നമ്മളിൽ ഉണ്ടാകുകയില്ല എന്ന വാഗ്ദത്തം ദൈവം തരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് ആ ഭാഗം എന്തുകൊണ്ടാണ് കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ളത് തന്നെ അവിടെ തന്നെ വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. എന്നാൽ ഇനി 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ പൗലോസ് പറഞ്ഞു വന്ന കാര്യം തന്നെ അല്പം കൂടെ വ്യത്യസ്തമാകുന്ന നിലയിൽ പറയുകയാണ്. ഈ വാക്യം വരെ അതായത് ഈ 14-ാം വാക്യം വരെ ഇത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ as though we had no part in it. In fact, we had no part in it. ദൈവം തന്റെ കൃപയാൽ തന്റെ കരുണയാൽ നമ്മെ രക്ഷിച്ചു. വളരെ പാസീവായിട്ട് ദൈവം നമ്മിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. നാം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. എന്നാൽ ഈ 15 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ആക്റ്റീവായിട്ടുള്ള നമുക്കും ചില പങ്കുള്ളതുപോലെ പൗലോസ് പറയുക. നമ്മുടെ രക്ഷയോടും വീണ്ടും ജനന അനുഭവത്തോടുമുള്ള ബന്ധത്തിൽ നമ്മുടെ പങ്കിനെ കുറിച്ച് പറയുമ്പോഴും
ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമുക്കങ്ങനെ പങ്ക് ലഭിച്ചതും കൃപയാല. അതല്ലേ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല. ഏതിന്? വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിച്ചെന്നുള്ളത് ശരിയാ, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചതിനും നിങ്ങൾ കാരണമല്ല, അതും ദൈവത്തിന്റെ ദാനമാകുന്നു. സ്തോത്രം. എങ്കിലും ഈ വേദഭാഗം നമുക്ക് മുൻപോട്ട് അല്പം വേഗത്തിൽ തന്നെ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ കഴിയുമെങ്കിൽ ഈ ഭാഗം 23-ാം വാക്യം വരെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ വേദഭാഗം 1-ാമത്തെ വാക്യം, 6-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് പോലൊക്കെ തന്നെയാണ് പൗലോസ് പറയുന്നത്. 6-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. 15-ാം വാക്യം, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ. ഈ രണ്ട് ചോദ്യങ്ങൾക്കും പൗലോസ് പറയുന്ന മറുപടി, ഒരു നാളും അരുത്, ഒരു നാളും അരുത്. ആദ്യത്തെ ഭാഗത്ത് പൗലോസ് പറഞ്ഞു, നാം കർത്താവിനോട് ഏകീഭവിച്ചു, കർത്താവിനോട് നാം ഐഡന്റിഫൈ ചെയ്തു. ഈ രണ്ടാമത്തെ ഭാഗത്ത് പൗലോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, നാം ദൈവത്തിന് നമ്മളെ തന്നെ അടിമകളാക്കി സമർപ്പിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് ഭാഗങ്ങളും പൗലോസ് അവരുടെ ബോധ്യം, അവർക്ക് ശരിയായ ബോധ്യം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അറിയുന്നില്ലയോ? നാം ആ ഭാഗത്ത് വായിക്കുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 16-ാം വാക്യത്തിലും ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഈ ഭാഗം നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണമെന്നുള്ളത് ഒരു പ്രത്യേക അടിമത്വത്തെ കുറിച്ചാണ് എന്ന് പൗലോസ് പറയുക. ദാസനും യജമാനനും എന്ന നിലയിൽ. 2, അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചും പറയും. 1, നിങ്ങൾ അങ്ങനെ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാരാകുന്നു. അപ്പോൾ നമ്മുടെ സമർപ്പണത്തോടുള്ള ബന്ധത്തിലാണ് നാം ഇപ്പോൾ ഏത് നിലയിലായിരിക്കുന്നു എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാപത്തിന് സമർപ്പിച്ചെങ്കിൽ പാപത്തിന്റെ ദാസന്മാരായിട്ട്, അനീതിക്ക് ദാസന്മാരായിട്ട് തീർന്നു. എന്നാൽ നമ്മൾ അനുസരണത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ 16-ാമത്തെ വാക്യം, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. ആ ഭാഗം നമ്മൾ താഴോട്ട് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മിൽ നാം എന്തായിരുന്നു എന്നും നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പൗലോസ് ആ 2 വാക്യങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. 17, 18 തുടങ്ങിയ വാക്യങ്ങളിൽ. ഒന്നാമതായി, പാപത്തിന്റെ ദാസന്മാരായിരുന്നു നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു. യേശു കർത്താവ് ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. ആ വാക്യം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാൽ നമുക്ക് മുൻപോട്ട് പോകാം.
ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. നോക്കുക, അപ്പൊ നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. രക്ഷയെന്ന് പറയുന്നത്, വീണ്ടും ജനനമെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് സ്ലേവറി. നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ ഇനിയും നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരിക്കുന്നില്ല, നമ്മൾ ദൈവത്തിന്റെ ദാസീദാസന്മാരാകുന്നു. അങ്ങനെ ദൈവത്തിന്റെ ദാസീദാസന്മാരായി തീരുവാൻ നാം എന്താ ചെയ്തത്? 17-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ചു. പൗലോസ് എന്നാ ഈ പറയുന്നത്? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പം ദൈവത്തെ അനുസരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ് മേക്സ് സെൻസ്. എന്നാ പൗലോസ് ഇവിടെ എന്നാ പറയുന്നത്? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിച്ചു. എന്താ അതിന്റെ അർത്ഥം? ഞാൻ അല്പം വിശദമാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ കാലങ്ങളിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത കാലത്ത് വളരെ പ്രമുഖനാകുന്ന ഒരു പ്രസംഗകൻ പറഞ്ഞു പോലും, ഈ ഉപദേശം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ യേശുവിൽ നിന്ന് അകറ്റരുത്. എന്താ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ഉപദേശമെന്ന് പറയുന്നത് അത് മറ്റൊരു ഫിലോസഫി അല്ല. ക്രിസ്തീയ ഉപദേശമെന്ന് പറയുന്നത് വാസ്തവമായിട്ടും നമ്മെ മറ്റൊരു സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഉപദേശിച്ച നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആൾക്കാരോട് വലിയ തിയോളജി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, നല്ല തിയോളജിയുടെ കുറവുള്ളത് കൊണ്ടാണ് ദൈവസഭയില് ആൾക്കൂട്ടമുണ്ട്, പക്ഷെ ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പൗലോസ് ശ്ലീഹ പോയി പ്രസംഗിച്ച ഇടങ്ങളിലൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ അദ്ദേഹം തിയോളജി പ്രസംഗിക്കാതിരിക്കുകയല്ലായിരുന്നു. തിയോളജി എന്ന വാക്ക് കേട്ടൊന്നും പേടിക്കണ്ട. നല്ല തിയോളജിയാ പ്രസംഗിച്ചത്. ഒരു വേദഭാഗം പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. കൊരിന്ത്യരുടെ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. നോക്കുക, കൊരിന്തിൽ താൻ ചെന്നപ്പോൾ താൻ പ്രസംഗിച്ച പ്രസംഗം എന്തായിരുന്നെന്ന് സംക്ഷിപ്തമായിട്ട് പൗലോസ് പറയുക. ആ സംക്ഷിപ്തമാകുന്ന പ്രസംഗം 2-3 സെന്റൻസുകളിൽ, അല്ലെങ്കിൽ ആ ബൃഹത്താകുന്ന പ്രസംഗം വളരെ സംക്ഷിപ്തമായി 2-3 സെന്റൻസുകളിൽ പൗലോസോടെ പറയുക. എന്താ നിങ്ങളോട് ഞാൻ സുവിശേഷിച്ചത്? അതിന്റെ 2-ാമത്തെ വാക്യം അവസാന ഭാഗം തൊട്ടൊന്ന് വായിച്ചേ. നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പൊ അവരോട് ഓർപ്പിക്കുക, ഞാൻ ഇന്ന വിധമാണ് നിങ്ങളോട് സുവിശേഷിച്ചത്. എന്താണ്? നോക്കുക, അപ്പോൾ പൗലോസ് കൊരിന്തിൽ ചെന്ന് പ്രസംഗിച്ചത് ഈ പ്രസംഗമാണ്. എന്താ? വ്യക്തമാകുന്ന ഉപദേശം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി. അപ്പൊ എന്തെല്ലാം പറഞ്ഞു കാണും?
നിങ്ങളെല്ലാം പാപികളാണെന്നും പാപത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴെന്താണെന്നും ഈ നിലയിൽ തുടർന്നാൽ എന്നാ ഭവിക്കാൻ പോകുന്നതെന്നും എന്നാൽ ആ വലിയ വിപത്തിൽ നിങ്ങൾ ചെന്ന് പെടേണ്ട കാര്യമില്ലെന്നും ദൈവം അതിനുവേണ്ടി ഒരു വഴി ഒരുക്കിയെന്നും ഇത് തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള കാര്യമെല്ലാം പൗലോസ് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം നമ്മൾ വായിക്കുന്നത്, ഈ പ്രസംഗം കൊണ്ട് പൗലോസ് കൊരിന്തി ചെന്നപ്പം അവിടെ ശരിക്ക് ചിലര് രക്ഷിക്കപ്പെട്ടു, ഇല്ലേ? അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 8-9 വാക്യങ്ങൾ. നോക്കുക, കൊരിന്ത്യരിൽ അനേകർ എന്ത് കേട്ട് വിശ്വസിച്ചു? വചനം കേട്ട് വിശ്വസിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് എന്നാ? നമ്മുടെ പ്രശ്നം അതാ. നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഗോസ്പൽ, പറയുന്ന ഗോസ്പൽ ദൈവത്തിങ്കലേക്ക് മനുഷ്യരെ തിരിക്കുന്നതല്ല, അവരിൽ തന്നെ റിവോൾവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. എന്താ? പല പ്രശ്നങ്ങളുടെയും പരിഹാരകനായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കും. ഒടുവിൽ ഇതിനകത്ത് വന്നാലും ഇവരുടെ ലക്ഷ്യം എന്നാണെന്നറിയോ? പ്രശ്നപരിഹാരം. അവരിൽ തന്നെ കടന്നു കറങ്ങുകയാണ്, അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ അതുവരെ ആദാമിലുണ്ടായിരുന്നത് മരിച്ചിട്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പൊ നമ്മുടെ ഫോക്കസും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ താല്പര്യങ്ങളും മുഴുവൻ മാറണം. പണ്ടുണ്ടായിരുന്ന അതേ താല്പര്യം കൊണ്ടാ നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ രക്ഷാനുഭവത്തെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പൗലോസ് ഒരിക്കലും ഈ സന്ദേശത്തിൽ വെള്ളം ചേർത്തില്ല. കൊരിന്തി ചെന്നപ്പോഴും ലുസ്ത്രയിൽ അക്ഷരാഭ്യാസമില്ലാത്തവരുടെ ഇടയിൽ ചെന്നപ്പോഴും ഇതേ സന്ദേശം തന്നെയാ പറഞ്ഞത്. പക്ഷെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞെന്നേ ഉള്ളൂ. ഏതൻസിൽ ചെന്നപ്പം അവിടെ വലിയ ഫിലോസഫേഴ്സിനോട് സംസാരിച്ചപ്പം നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നതിനെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ, ലുസ്ത്രയിൽ അക്ഷരാഭ്യാസമില്ലാത്തവരുടെ അടുക്കൽ ചെന്നപ്പോൾ പൗലോസ് പറഞ്ഞത്, ദൈവം മഴയും വെയിലും ഒക്കെ തന്ന് നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരം ഒക്കെ തരുന്നത് കൊണ്ട് തന്നെക്കുറിച്ചുള്ളതാകുന്ന സാക്ഷ്യം തരാതെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞ് അന്നേരവും താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും യേശുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ചും പാപത്തിന്റെ പരിഹാരമായി ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശുവിനെയുമാണ് പ്രസംഗിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഉപദേശ രൂപമാണ് മനുഷ്യനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുക, ഈ ഉപദേശ രൂപം നിങ്ങൾ പിടിച്ചു, റാദർ നിങ്ങൾക്കൊരു ഫിലോസഫിയുടെ തരികയല്ലായിരുന്നു. പിന്നെ എന്താ? ഈ ഉപദേശം നിങ്ങളെ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഇത് തന്നെയാണ് അപ്പോസ്തലനാകുന്ന പത്രോസും യാക്കോബും ഒക്കെ പറയുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 23-ാമത്തെ വാക്യത്തിലും യാക്കോബിന്റെ ലേഖനം 1:18 ഇതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? യെസ്. അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവവചനത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ആക്റ്റീവ്. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യം ഇല്ല. ദൈവവചനം വളരെ ശക്തിയുള്ളതാണ്. റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുക, നിങ്ങൾ ആദ്യമേ എന്തായിരുന്നു? പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ അങ്ങനെ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പം
ആ പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതായിരുന്നു ദൈവവചനം. നിങ്ങൾ ദൈവവചനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പം അതിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ച് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ വീണ്ടും തന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അടുത്തത്, നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട്. ഇത്രയും പറഞ്ഞപ്പം പൗലോസിന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ തരമില്ല. കാരണം പ്രിയമുള്ളവരെ, ശരിയായിട്ട് ഒരു വ്യക്തിയിൽ വീണ്ടും ജനന അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. റോമിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ നാം പറയുക, അത് നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങളിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു. എന്നാൽ ദൈവവചനം നിങ്ങൾ പിടിച്ചപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് നീതിക്ക് ദാസന്മാരായി തീർന്നു. അങ്ങനെ നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ആ ദാസ്യത്വം ഒരു സ്റ്റാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല. പാപത്തിനുള്ള ദാസ്യത്വവും ദൈവത്തിനുള്ള ദാസ്യത്വവും ഇത് രണ്ടും ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താ പൗലോസ് പറയുന്നത്? 19-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നതാകുന്ന കാര്യം, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും. വായിച്ചേ. നോക്കുക. അപ്പോൾ പാപത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നപ്പോ അത് ഒരു പ്രത്യേക അവസ്ഥയിൽ നിലനിൽക്കുകയല്ലായിരുന്നു. പിന്നെയോ അധർമ്മത്തിലേക്കും അശുദ്ധിയിലേക്കും അത് നിങ്ങളെ എന്ത് ചെയ്തു? നയിച്ചു. അത് വളർന്നുകൊണ്ടിരിക്കുക, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോഴും അതും നിശ്ചലമായിരിക്കുന്ന ഒരു കാര്യമല്ല, അതും വളർന്നുകൊണ്ടിരിക്കുക. എന്താ പൗലോസ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ അശുദ്ധിക്കും അധർമ്മത്തിനും യെസ്. നോക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ നീതിക്ക് അടിമകളായി തീർന്നപ്പം എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളിൽ വിശുദ്ധീകരണമുണ്ടാകുന്നു. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഒരിക്കലും മറന്നുപോകരുത്. അതിന്റെ എസൻസ്, അതിന്റെ സാരാംശം എന്ന് പറയുന്നത് കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളിലുണ്ട്. കൊരിന്ത്യരുടെ 2-ാം ലേഖനം. യെസ്. നോക്കുക. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യമാ? പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം എന്തിനാ? വായിക്കാം. യെസ്. നോക്കുക. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ. നേരത്തെ നമുക്കിതിന് കഴിയത്തില്ലായിരുന്നു. കാരണം എന്താ? നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ നീതിയുടെ ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവിനെ നമ്മുടെ മുഖത്ത് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും യെസ് യെസ്
അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നോക്കുക, നാം എല്ലാവരും അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചപ്പോൾ വിശുദ്ധീകരണ എന്നുള്ളതാകുന്ന അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൽ കർത്താവിനോട് അനുരൂപപ്പെടുന്ന അനുഗ്രഹീതമാകുന്ന വളർച്ചയുടെ ഒരനുഭവത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സമർപ്പണത്തിന്റെയും ഫലമായി സംഭവിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. നാം ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അനീതിയുടെ ദാസന്മാരായിട്ട് അല്ലെങ്കിൽ പാപത്തിന് ദാസന്മാരായിട്ട് നാം സമർപ്പിച്ചിരുന്നപ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് നിങ്ങൾക്ക് എന്തോരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ, അതിന്റെ അവസാനം മരണമല്ലോ. നോക്കുക, പാപത്തിന് ദാസന്മാരായി സമർപ്പിക്കപ്പെട്ടാൽ ഇപ്പൊ കിട്ടുന്നത് എന്തുവാ? കുറ്റബോധവും ലജ്ജയുമാണ്. അതിന്റെ അവസാനത്തെ ഫലമായിട്ട് കിട്ടുന്നത് എന്തുവാ? മരണം. ഇവിടെ വ്യക്തമായിട്ടും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിത്യമാകുന്ന വേർപെട്ടു പോകുന്ന അനുഭവത്തെ കുറിച്ച്. അപ്പോൾ പാപത്തിന്റെ ദാസന്മാരായി അനീതിക്ക് സമർപ്പിക്കപ്പെട്ടാൽ, പാപത്തിൽ തുടർന്നാൽ സംഭവിക്കുന്നത് ഇപ്പൊ ലജ്ജ തോന്നുന്നു, കുറ്റബോധം തോന്നുന്നു. പാപബോധമല്ല, കുറ്റബോധം തോന്നുന്നു. അവസാനം എന്തോ സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് നീതിക്ക് ദാസന്മാരായിട്ട് നമ്മളെ സമർപ്പിച്ചാൽ എന്താ കിട്ടുന്നത്? എന്നാൽ ഇപ്പോൾ യെസ് നോക്കുക, നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചത് കൊണ്ട് ഇപ്പോ നമുക്ക് എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം കിട്ടുന്നു. അതിന്റെ അവസാനമായിട്ട് എന്ത് കിട്ടും? ശ്രദ്ധിക്കണേ, ഒരിക്കലും മറന്നു പോകരുത്. ഒന്ന് കൈ പൊക്കിയത് കൊണ്ടും ഒരു കാർഡ് സൈൻ ചെയ്തത് കൊണ്ടും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റായിട്ട് ആരും കരുതരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിവിങ് റിലേഷൻഷിപ്പ്. ജീവനുള്ളതാകുന്ന ഒരു ബന്ധമാ. ജീവനുള്ളതിന്റെ സവിശേഷത അത് വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ കർത്താവുമായിട്ടുള്ള ആ ലിവിങ് റിലേഷൻഷിപ്പിൽ ഒന്ന്, നമുക്കിപ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടുന്നു. അങ്ങനെ അനുരൂപപ്പെട്ട് ഏറ്റവും അവസാനം നമുക്ക് എന്ത് കിട്ടും? നിത്യ ജീവൻ കിട്ടും. നോക്കുക, രക്ഷിക്കപ്പെടുന്ന ആ ദിവസം കൊണ്ട് കാര്യങ്ങൾ തീരുകയല്ല, പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നല്ല ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കൃപ ലോകത്തിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിന് അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയാണ്. അപ്പൊ ദൈവകൃപ എന്നുള്ളത് നമ്മെ നീതീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവകൃപ നമ്മെ വിശുദ്ധീകരിക്കുന്നു. എന്നാൽ ആദ്യത്തെ ഭാഗത്ത് ദൈവം ചെയ്യുന്ന കാര്യമായിട്ട് കാണുമ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് പൗലോസ് പറയുക, നിങ്ങൾ എത്രത്തോളം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളമേ വിശുദ്ധ ജീവിതം സാധ്യമാകത്തുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ഇപ്പോൾ വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഒരിക്കലും മറന്നു പോകരുത് പ്രിയമുള്ളവരെ. പൊതുവെ ബ്രദറുകാരൊക്കെ പഠിപ്പിക്കുന്ന എന്നറിയോ? സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ. ഞാനത് വിശ്വസിക്കുന്നയാളാ. സാൽവേഷൻ സെക്യൂറാ.
എന്തുകൊണ്ടാ സെക്യൂർ? കർത്താവ് ചെയ്തതായതുകൊണ്ടാ സെക്യൂർ. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം നമ്മളെ യന്ത്രമനുഷ്യരായിട്ടൊന്നുമല്ല സൃഷ്ടിച്ചേക്കുന്നത്. നമ്മുടെ ഡെസ്റ്റിനി എന്തെന്ന് പൂർണ്ണമായിട്ടും ഡിസൈഡ് ചെയ്യുവാനുള്ള, ദൈവം ഡിസൈഡ് ചെയ്യുന്നത് പോലെ തന്നെ, ദൈവം സ്വതന്ത്രമായി ഡിസൈഡ് ചെയ്യുന്നത് പോലെ തന്നെ, തീരുമാനിക്കുന്നത് പോലെ തന്നെ, ദൈവത്തെ പോലെ തന്നെ തീരുമാനിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം ദൈവം തന്നേക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, എത്രത്തോളം നാം ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നുവോ അത്രത്തോളം നാം വിശുദ്ധീകരണത്തിൽ വേർപെട്ടവരായി ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കും. അതിൻ്റെ അന്തം നിത്യ ജീവനാകുന്നു. ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരോടല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അടുത്ത വാക്യവും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അടുത്ത വാക്യവും ഞാനത് ഈ ദിവസമാണ് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ആ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ അടുത്ത വാക്യം എന്താ? ഈ വാക്യം സാധാരണയായിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നത് ആരോടാണെന്നറിയോ? അവിശ്വാസികളോടാ. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഭാഗം ഞാൻ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പം പെട്ടെന്നൊരു പ്രകാശനം എൻ്റെ ഹൃദയത്തിൽ വന്നു. അത് മറ്റൊന്നുമല്ല, എൻ്റെ ദൈവമേ, ഇത് പറഞ്ഞേക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരോടൊന്നും അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. പിന്നെ ആരോടാ? നീതീകരിക്കപ്പെട്ട ദൈവമക്കളോടാ പറഞ്ഞേക്കുന്നേ. പാപത്തിന്റെ ശമ്പളം. അപ്പോൾ അവിടെ ആ കാര്യം വളരെ ശ്രദ്ധേയമാണ്. പാപം ഒരു ശമ്പളം തരുന്നു. പാപം തരുന്ന ശമ്പളം നമ്മൾ അർഹിക്കുന്നത് തന്നെയാ. കാരണം പാപം ചെയ്യാനും പാപത്തിൽ തുടരാനും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട്, നാം തെരഞ്ഞെടുക്കുന്നത് കൊണ്ടും നാം അർഹിക്കുന്നത് കൊണ്ടും അർഹമായ ശമ്പളം പാപം തരും. പാപത്തിന്റെ ശമ്പളം എന്താ? മരണമത്രേ. മറന്നു പോകരുത്. ഇത് അവിശ്വാസികളോടല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ ആരോടാ? വിശ്വാസികളോടാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ ഭാഗം വളരെ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുക, നിങ്ങളെ തന്നെ അനുസരിപ്പാനായിട്ട് നിങ്ങൾ സമർപ്പിച്ചവർക്ക് നിങ്ങൾ എന്താ? ദാസീദാസന്മാരായേക്കുക. So it depends upon your yielding either to God or to sin. ഒന്നുകിൽ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക, അല്ലെങ്കിൽ പാപത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെ പാപത്തിന് സമർപ്പിച്ചാൽ കിട്ടുന്നത് എന്താ? ഇവിടെ ലജ്ജ തോന്നുന്നു, കുറ്റബോധം തോന്നുന്നു. അവസാനം അതിന്റെ ശമ്പളം ശരിക്ക് അത് പേ ചെയ്യും, മരണം. എന്നാൽ പാപത്തിന്റെ ഫലമായി അർഹമായതാ കിട്ടുന്നതെങ്കിൽ ദൈവത്തിന്റെ കൃപാവരമായി അനർഹമായത് നമുക്ക് കിട്ടുകയാണ്. എന്താണ് ദൈവത്തിന്റെ കൃപാവരമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. അപ്പോൾ ദൈവത്തിന്റെ കൃപാവരം, അർഹതയില്ലാത്ത ആ ദാനം ലഭിക്കുന്നത് ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് നിത്യ ജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തുവിൽ നിലനിൽക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കൊലോസ്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. നോക്കുക, ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ തുടർന്ന് ക്രിസ്തുവിൽ അവസാനിച്ചാൽ
നമുക്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത നിത്യജീവൻ. എന്നാൽ പാപം ന്യായമാകുന്ന ശമ്പളം തരും. എന്താണ്? മരണം. നാം ഒരിക്കലും മറന്നു പോകരുത് എൻ്റെ പ്രിയരെ. നാം സഭയിൽ മെമ്പേഴ്സ് ആയിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേച്ച് ഇങ്ങനെയൊക്കെ നാട്ടിലൊക്കെ പറയാറുണ്ട് അല്ലേ, നാവേഷം കെട്ടിയാൽ എന്തോ ചെയ്യണം? കുരയ്ക്കണം. എൻ്റെ പ്രിയരെ, പല കാര്യങ്ങളുമൊക്കെ വിട്ട് സമയവും ചെലവഴിച്ച് ബൈബിൾ ക്ലാസ്സിനും വന്ന് സഭായോഗത്തിനും വന്ന് അവസാനം നിത്യജീവനിൽ നമ്മൾ പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര അരിഷ്ടരായി തീരും. ആകയാൽ നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോടെ കഴിക്കണം. ഒരിക്കൽ തുടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ദൈവം ചെയ്തു. ദൈവം തന്റെ കരുണയിൽ, തന്റെ കൃപയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം തുടങ്ങി. എന്നാൽ ഇന്ന് ദൈവത്തോടുള്ളതാകുന്ന നമ്മുടെ സമർപ്പണ മനോഭാവം എങ്ങനെയാ? ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവഹിതം ചെയ്തുകൊണ്ട് നിത്യമാകുന്ന ജീവന്, നമുക്ക് അർഹമല്ലാത്ത ആ നിത്യജീവൻ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കേണ്ടതിന് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ആരും നമ്മുടെ വിരുദ് തെറ്റിച്ച് കളവാനിടയാകരുത്. പ്രിയമുള്ളവരെ, പലരും പറയുന്ന പല കാര്യങ്ങൾ കേട്ട് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്, അതിനെക്കുറിച്ച് പല ചിന്തകളും നമുക്കുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് അതിനൊരു മാറ്റം വരണം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതെല്ലാം തീർന്നു. ആ ക്രൂശിൽ സകലവും അവസാനിച്ചു. ആദാമിൽ എന്തൊക്കെയായിരുന്നോ അത് മുഴുവൻ തീർന്നു. പിന്നെ ഒരു പുതിയ തുടക്കമാ. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ദേഹം, ദേഹിയാത്മാവിനെ സമ്പൂർണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ വിശുദ്ധ ജീവിതം നയിച്ച് നാം നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ അവസാനമായിട്ട് നമുക്ക് അർഹതയില്ലാത്ത ഒന്ന് കിട്ടും. നിത്യജീവൻ കിട്ടും. പാപത്തിന്റെ ശമ്പളം മരണമാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ കൃപാദാനമോ നിത്യജീവൻ തന്നെ. ആ നിത്യജീവനെ പിടിച്ചുകൊള്ളുവാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ഓടിയതും അധ്വാനിച്ചതും ക്രിസ്തുവിന്റെ നാളിൽ അത് വൃഥാവായില്ല എന്നുള്ളത് അങ്ങനെ വരേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ, പാപങ്ങളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജയകരമാകുന്ന ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയാൽ വിശുദ്ധിയിൽ നമുക്ക് മുന്നേറാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.